പുണ്യനബിയെ മോമിനീങ്ങൾ സ്വീകരിക്കുന്നത് ജീവിതം കൊണ്ട് അനുകരിക്കുകയാണ്. വെള്ള വസ്ത്രമാണ് പുണ്യനബിക്ക് കമ്പം കൊണ്ട് വെള്ള സുന്നത്ത്. തലേക്കെട്ടുണ്ടായിരുന്നു, അത് സുന്നത്ത്. താടി വെച്ചിരുന്നു, സുന്നത്ത്. മദീനക്കാര് നോൺ വെജിറ്റേറിയൻസാം. ആട്ടിറച്ചി, ഒട്ടകത്തിന്റെ ഇറച്ചി, നമ്മൾ ചോറ് എന്ന പോലെ ഇറച്ചി കൗമാണ്. പക്ഷെ റസൂലുള്ള വന്നപ്പോ ശ്രദ്ധിച്ചു എങ്ങനെയാണ് നേതാവിന്റെ ഒരു ടേസ്റ്റ്. നോക്കുമ്പോ ചപ്പാത്തി, അന്നത്തെ ഹുബസ് ഇറച്ചിക്കറിയും വെച്ചു കൊടുത്താൽ, അന്ന് ഇറച്ചിക്കറിക്ക് നമ്മുടെ നാട്ടിൽ ഇറച്ചിക്കറിക്ക് ബീഫ് വെക്കുമ്പോൾ നമ്മൾ മൗലൂദിന് പൂള കപ്പെടുവല്ലോ, അതേപോലെ അവർ ചൊരങ്ങ ഇടുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാന്റെ മുമ്പിൽ ചപ്പാത്തിയും ചൊരങ്ങ ഇട്ട ഇറച്ചിക്കറിയും റസൂലുള്ള കയ്യില് കൊണ്ട് ആ ഇറച്ചിയൊക്കെ പ്ലേറ്റിന്റെ മൂലയിലേക്ക് തട്ടിയിട്ട് ചൊരങ്ങ മാത്രം സെലക്ട് ചെയ്ത് തിന്നുന്നത് കണ്ടു മദീനയിലെ ആളുകൾ. മദീനയിൽ ഒരു നിലയും വിലയില്ലാത്ത ഒരു നാടോടി കർഷകനായിരുന്നു സയ്യിദുനാ സാഹിർ റളിയല്ലാഹു അൻഹു. സാഹിറിന്റെ വീട്ടിലേക്ക് മുതലാളിമാരെ ഒഴുക്കായി. ചരിത്രം നോക്കൂ. ചുരങ്ങയ്ക്ക് വേണ്ടി മത്സരമുണ്ടായി. മാർക്കറ്റിൽ കശവിശ. എന്താ പ്രശ്നം സാഹിറിന്റെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുമ്പോ സാഹിറാകെ കൺഫ്യൂഷല്ല. ആദ്യം ഏൽപ്പിച്ച ആൾ ഇവരാണ്, കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞത് ഇവരാണ്, ഞാൻ ആർക്ക് കൊടുക്കണം നബിയെ? അപ്പൊ അത് പരിഹരിക്കാൻ നബി തന്നെ വേണ്ടി ഒരു വില പറഞ്ഞതിന് മറികടക്കുന്ന വേറെ വില പറഞ്ഞ് നിങ്ങൾ മത്സരിക്കണ്ട. ചുരങ്ങയ്ക്ക് വേണ്ടി മത്സരമുണ്ടായി മദീനയിൽ. നോക്കൂ, നാലാലൊരു മദ്ഹബിൽ എവിടെയെങ്കിലും ചുരങ്ങ കൂട്ടൽ സുന്നത്താണോ? ഫുഖഹാക്കൾക്കിടയിൽ പച്ചക്കറി കൂട്ടൽ പ്രത്യേകം സുന്നത്താണോ? അല്ല. അതേസമയം മദീനയിൽ ആ ഫിഖഹിനപ്പുറം ഒരു ഇഷ്ക് പ്രവർത്തിച്ചു. ഇറച്ചി വേണ്ട, നോൺ വെജിറ്റേറിയനിസം, ഞങ്ങൾക്ക് പച്ചക്കറി മതി. ഇങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടോ?